അപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. വീറ്റ് പാൻ കേക്കാണ്. അപ്പോൾ വീറ്റ് പാൻ കേക്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്? വീറ്റ്, പിന്നെ പഴം, ചെറുപഴം, ഹണി, സോൾട്ട്, പിന്നെ ബേക്കിംഗ് സോഡ, അത്ര മാത്രമല്ല പാല് നമ്മൾ മിക്സിയിൽ നമ്മൾ അരയ്ക്കുന്നു. മിക്സിയിൽ അരച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റോളം നമ്മൾ ചെറിയ ചൂടിൻ്റെ സൈഡിൽ, ചില തണുപ്പ് ഫ്രിഡ്ജിലൊന്നും കൊണ്ട് ഉച്ചകളയിൽ ചെറിയൊരു മറ്റേ ചൂടിൽ വയ്ക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ബബിൾസ് വരാൻ തുടങ്ങും. ബേക്കിംഗ് സോഡ ബബിൾസ് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ നല്ല നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. ദോശക്കല്ല് എടുക്കുകയും ചെയ്ത് പണിപ്പാളും. അപ്പം നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. സ്ലോ ഫയറിൽ ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്യുക. ബട്ടർ അപ്ലൈ ചെയ്തിട്ട് അതിനെ നമ്മൾ ദോശ ചുടുന്ന പോലെ നമ്മൾ ചുട്ടെടുക്കുക. മുകളിൽ ഡ്രൈ ആവാൻ പാടില്ല. അടിയിലിട്ടതും ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നല്ല ഹീറ്റൊന്നും തീരെ ഹീറ്റ് ആവില്ല, ഒരു മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. തിരിച്ചപ്പം തന്നെ ഇടുക. ഒരു 4 മിനിറ്റ് കുക്കിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ അക്കമ്പനിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേപ്പിൾ സിറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ചോക്ലേറ്റ് സോസ് യൂസ് ചെയ്യുക. കുട്ടികൾക്ക് ഏതാണ് ഇഷ്ടം, ചിലർക്ക് സ്ട്രോബെറി ഇഷ്ടം, പിസ്ത ഇഷ്ടം, ചോക്ലേറ്റ് ഇഷ്ടം, വാനില ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ സിറപ്പ് വാങ്ങിയാണ് ആരും. അപ്പം അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. എളുപ്പത്തിനുണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാക്കി ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഹാഫ് ആൻ അവറിൽ മാക്സിമം ഹാഫ് ആൻ അവർ, 10 മിനിറ്റ് മിക്സിങ്ങിന് കുക്കിങ്ങിന് എല്ലാം ഒക്കെ 20 മിനിറ്റ്സ് മാറ്റി വെച്ചുമ്പോൾ ഫ്ലഫി ആവും. അപ്പോഴത്തേക്കും പക്കയാവും, സൂപ്പറാവും, കിടലാവും. അത് പ്രത്യേകം പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വീറ്റ് ഫ്ലോർ കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. അട്ട ഫ്ലോർ കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മുടെ നല്ല ഹെൽത്തിയാണ്. മറ്റേ കമ്പയർ ചെയ്യുന്ന നമ്മുടെ സാധാ